ആപ്കി അദാലത്തിൽ പോപ്പ് ഓൺ റാപ്പ് സ്റ്റാർ ഭാഷയുടെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. ബാച്ച, താങ്കളുടെ യഥാർത്ഥ പേര് ആദിത്യ പ്രദീപ് സിംഗ് സസോദിയ എന്നാണ്. വീട്ടിൽ താങ്കളുടെ പേര് ബിട്ടു. അതെ സർ. റാപ്പറിൽ താങ്കളുടെ പേര് കൂളിക് ഫെൽ. അതെ. ഒപ്പം പബ്ലിക് താങ്കളെ ബാദ്ഷ എന്നും വിളിക്കുന്നു. പേരിൽ എന്തിനാണ് ഇത്രയും കൺഫ്യൂഷൻ? സർ, അത് ആദിത്യ എന്നത് അമ്മ ഇട്ട പേരാണ്. പ്രതി എന്നുള്ളത് അച്ഛനിട്ട പേരും. അപ്പോ അവർക്ക് എന്താണ് തോന്നിയെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ രണ്ട് പേരും ഇരിക്കട്ടെന്ന് അവരങ്ങ് തീരുമാനിച്ചു. സിംഗ് എന്നുള്ളത് ഞങ്ങളുടെ സർനെയിമാണ്. ഇവര് രണ്ടുപേരും ഗ്രാമത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഈ ഗ്രാമത്തിലെ ആദിത്യ പ്രതി എന്നൊക്കെ പറയുന്നത് വിളിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടൊരു ചെറിയ പേരും മതി എന്ന് പറഞ്ഞ് ബിട്ടു എന്ന് അവർ വിളിച്ചു. പിന്നെ എല്ലാവരും എന്നെ ബിട്ടു എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ റാപ്പ് തുടങ്ങിയ സമയത്ത് ഇംഗ്ലീഷിൽ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി റെഡിയാക്കി. കൊലിക്കൊൽ അറ്റ് അതുപോലെ ഏതൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് തന്നെ. അങ്ങനെ കോലിക്കുൽ എന്ന പേര് സ്വീകരിച്ചു. അതിനുശേഷം എനിക്ക് എന്തുമാത്രം വെയിറ്റ് ഉണ്ടോ അത്രയും വെയിറ്റ് എന്നെ പേരിനില്ലെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഭാഷയായി മാറി. അതാണ്. പേരിൽ മാത്രമല്ല, ജോലിയിലും രാജാവാണ്. അതെ. ഞാൻ താങ്കൾക്ക് വേണ്ടി ഒരു റാപ്പ് എഴുതിയിട്ടുണ്ട്. BHUവിൽ ആദ്യമായി വന്നു. മെസ്സിൽ പ്രശ്നം ഉണ്ടാക്കി. അവിടുന്ന് ഓടിപ്പോയത് സ്റ്റീഫൻ സയലിലേക്ക്. അതും ഞാൻ വളരെ വേഗം വിട്ടുകളഞ്ഞു. എല്ലാവരെയും കൺഫ്യൂഷനും ആക്കി. അച്ഛൻ എഞ്ചിനീയർ ആക്കണമെന്ന് വിചാരിച്ചു. എന്റെ ജോലി എന്നെ ഒരു ഗേറ്റ് കീപ്പറാക്കി. അതെ. ഞാൻ ആഗ്രഹിച്ച രീതിയിൽ പോപ്പുലറായി. അങ്ങനെ ഞാൻ റാപ്പറായി. അത് കലക്കി കേട്ടാ. ഇന്ന് സാറ് റാപ്പ് എഴുതി കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അതായത് ഞാൻ റാപ്പ് എഴുതണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അതെന്താണെന്ന് പോലും എൻ്റെ അച്ഛൻ അറിയില്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. നീ എന്താണെന്ന് ആഗ്രഹിക്കുന്നു അതിനെ മനസ്സിലാക്കി തരാൻ അച്ഛൻ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന് സിംഗേഴ്സിനെ അറിയാം, പക്ഷേ റാപ്പർ എന്താണെന്ന് അറിയില്ലായിരുന്നു. ഇന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അച്ഛാ, കണ്ടില്ലേ, ഞാൻ ചെയ്ത് കാണിച്ചു. അച്ഛനോട് റാപ്പ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിരുന്നു. അച്ഛൻ എന്നോട് അങ്ങനെ പറഞ്ഞെങ്കിലും ഞാനത് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ ചെയ്ത് കാണിച്ചിരിക്കുന്നു. പക്ഷേ റാപ്പർ ആകാൻ വേണ്ടി ആലൂട്ടിക്ക് കൂടുതൽ വാങ്ങിച്ചോ അതോ അച്ഛൻ്റെ അടുത്ത് നിന്ന് കൂടുതൽ അടി വാങ്ങിച്ചോ? രണ്ടും കിട്ടി. രണ്ടും. അതായത് അച്ഛൻ്റെ അടിയൊക്കെ വളരെ പ്രധാനം തന്നെയായിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി മേടിച്ചില്ലെങ്കിൽ അയാൾ ഒരു നല്ല മനുഷ്യനാകാൻ സാധ്യത വളരെ കുറവാണ്. ഉറപ്പായിട്ടും നല്ല മനുഷ്യനാവില്ല. വലിയ ആളായേക്കും, പക്ഷെ അച്ഛൻ്റെ അടി കിട്ടിയാൽ നല്ല മനുഷ്യനാകും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ആലുട്ടിക്കയും കഴിച്ചിട്ടുണ്ട്. ബിട്ടുട്ടിക്ക് വാല എന്ന് പറഞ്ഞൊരു ഫേമസ് കടയുണ്ട്. ഞാൻ ട്യൂഷൻ പഠിക്കാൻ പോകുന്ന റാണി ബാഗിൽ നിന്ന് ഏകദേശം 10 അടി ദൂരമേ ഉള്ളൂ ആ കടയിലേക്ക്. അങ്ങനെ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ഞാൻ ടിക്ക ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പിന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് അറിഞ്ഞു. അവൾക്കും ഇതെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇല്ല സാർ, ഞാൻ വെറുതെ നോക്കേ ഉള്ളായിരുന്നു. അവള് 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ എൻ്റെ ഒരു ബെഞ്ച് പാർട്ട്ണറായിരുന്നു. പിന്നെ ഇപ്പോൾ അവള് വലിയൊരു അറിയപ്പെടുന്ന ഡോക്ടറാണ്. അവളെൻ്റെ ബെഞ്ച് പാർട്ട്ണറായിരുന്ന ആ സമയത്തൊക്കെ അവളെന്നോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുക പോലില്ലായിരുന്നു. അതാണ് ശരിക്കും സംഭവിച്ചത്. അതിനുശേഷം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവളെൻ്റെ കയ്യിൽ രാഖി കെട്ടി. അവളെന്നെ അവളെ ആകളെയാക്കി മാറ്റിക്കളഞ്ഞു. ആ പാട്ടിന്റെ ഐഡിയാസ്, അതായത് ലഡ്കി ബ്യൂട്ടിഫുൾ, ഇതെല്ലാം തുടങ്ങിയത് അവിടെ നിന്നാണോ? ആക്ച്വലി അത് എൻ്റെ ഐഡിയ അല്ല. ഞാൻ കുറച്ചാൾ വികാസ്പുരിയിലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മോമോസ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവന് ഈ പാട്ടിലെ വേർഡ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഐഡിയാസൊക്കെ അവൻ്റെ നിന്ന് കിട്ടിയതാണ്. അബിത്തോ പാർട്ടി ശുരു ഹേ എന്ന പാട്ട് അതെൻ്റെ ഐഡിയ ആണ് സാർ. അതെൻ്റെ ഐഡിയ ആയിരുന്നു. എനിക്കൊരു ചിറ്റപ്പനുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും ഈ വാക്കുകൾ പറയാറുണ്ടായിരുന്നു. അത് എനിക്ക് ചിറ്റപ്പൻ്റെ നിന്ന് കിട്ടിയ ഒരു ഐഡിയ ആയിരുന്നു. ഞാൻ ഇങ്ങനെ ഇതുപോലുള്ള ഐഡിയകൾ പലയിടത്തു നിന്നും എടുക്കാറുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ന്യൂസ് മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾ ലിറിക്സ് ആണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്.
പക്ഷെ താങ്കൾ ആദ്യമായി താങ്കളുടെ പാട്ട് എടുത്തുകൊണ്ട് മുംബൈയിലേക്ക് പോയപ്പോ സർ, പ്രൊഡ്യൂസർ കാണാതെ പോയെന്ന് കേട്ടു. അത് ശരിയാണ്. അങ്ങനെ അത് സാർ, ഞാൻ മുംബൈയെ കുറിച്ച് കേട്ടിടത്തോളം വളരെ നല്ല ആൾക്കാർ കുറവാണെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ കണ്ടുമുട്ടിയ ആൾക്കാർ മോശം ആൾക്കാരാണെന്നാണ് ആദ്യം വിചാരിച്ചത്. ഒരു പ്രൊഡ്യൂസറെ പരിചയപ്പെട്ടു. അദ്ദേഹം വലിയൊരു പ്രൊഡ്യൂസറാണ്. ഞങ്ങളെ അദ്ദേഹം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. വലിയൊരു വീടാണ്. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തിലൂടെയാണ് ഞങ്ങൾ ആ വീട് കണ്ടുപിടിച്ചത് തന്നെ. അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ച് വീട്ടിലേക്ക് കയറ്റി ഭക്ഷണമൊക്കെ തന്നു. എന്റെ പേര് കേട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പേര് കേൾക്കാൻ മാത്രം വലിയ ആളല്ല ഞാനെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. നീ ഒരു നല്ല പാട്ട് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. ശരി, ഞാൻ പാട്ട് ചെയ്യാം, പക്ഷേ ഇത്രയും കാശ് വാങ്ങുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എനിക്ക് അഡ്വാൻസ് തന്നു. കുറച്ച് ആയിരങ്ങളുണ്ടായിരുന്നു അത്. ശരി, ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ മുംബൈക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എനിക്ക് കിട്ടിയ അഡ്വാൻസിൽ നിന്ന് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ ഞാൻ മുംബൈക്ക് പോയി. സ്റ്റൈലിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് ക്ലാസ് ആണ് ഞാൻ ബുക്ക് ചെയ്തത്. അതായത് സ്റ്റാറായെന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അവിടെ ചെന്ന് ഞാൻ ഫോൺ ചെയ്തു, പക്ഷെ അദ്ദേഹം എടുത്തില്ല. അപ്പോൾ ഞാൻ താമസിച്ചത് 5 സ്റ്റാർ ഹോട്ടലിലായിരുന്നു. ഓക്കെ, ഞാൻ ഒരു സന്തോഷത്തോടെ ഹോട്ടലിൽ കുറച്ച് ദിവസം ചെയ്തിട്ട് പോകുന്ന കരുതി. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു വിവരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ശില്പ മാഡത്തിന്റെ വീട്ടിൽ ഒരു ദീപാവലി പാർട്ടി നടന്നു. അവിടെ വെച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടി. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ഹായ് ബ്രദർ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മെമ്മറി വളരെ നല്ലതാണ്. എനിക്ക് ഫേസ് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷേ പേര് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓർമ്മയില്ലേ നമ്മൾ ഡൽഹി വെച്ച് കണ്ടത്? ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു പടത്തിന് വേണ്ടി നിന്നെ പാർട്ടി ചെയ്യാനായിട്ട് ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ അവിടെ ശാസ്ത്രി പാർക്കിലേക്ക് ഞാൻ വിളിച്ചിരുന്നു, ഓർമ്മയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് നിങ്ങളായിരുന്നോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ അതെ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ മേക്ക് ചെയ്ത പാട്ട് ഏതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അതാണ് ഈ പാർട്ടി ശുരു ഹോഗി എന്ന് പറഞ്ഞു. ആ പാട്ട് അദ്ദേഹത്തിന് വേണ്ടി ചെയ്തതാണ്. അങ്ങനെ അദ്ദേഹം ശരിക്കും പ്ലെങ്ങായിപ്പോയി. ജനങ്ങൾ താങ്കളെക്കുറിച്ച് കരുതുന്നത് താങ്കൾ സാമ്പത്തികമുള്ള ഒരു വീട്ടിൽ ജനിച്ചു. അതെ, അതുപോലെ താങ്കൾ ജനിച്ചപ്പോൾ തന്നെ വെള്ളിക്കരണ്ടിയോടുകൂടി ജനിച്ചതെന്നും പറയുന്നു. ഞാൻ പിറന്ന എൻ്റെ വീട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതായത് ഡൽഹിയിൽ മുന്നിലൊരു വീടുണ്ടാവും, പുറകിലൊരു വീടുണ്ടാവും, ചെറിയ ഇടവഴിയിൽ. അവിടെയാണ് എൻ്റെ വീടുണ്ടായിരുന്നത്. ഒരു വാടക വീട്ടില്. അതിൽ 2 റൂമുണ്ട്. ഞങ്ങൾ അവിടെയാണ് താമസിച്ചിരുന്നത്. പിന്നെ ഒരു ചെറിയ ഇടവഴി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതായിരുന്നു ഞങ്ങളുടെ പ്ലേ ഗ്രൗണ്ട്. അവിടെ എന്തെങ്കിലും കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് മണ്ണുവല്ല ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്ലേ ഗ്രൗണ്ട് ആക്കി മാറ്റും. ചെങ്കല്ലൊക്കെ വെച്ച് അവിടെ ഞങ്ങൾ കളിച്ചുകൊണ്ടേയിരിക്കും. അവിടെയാണ് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത്. അവിടെയാണ് ഞാൻ ജനിച്ചത്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളെ ഒരു കുറവില്ലാതാണ് വളർത്തിയത്. പിന്നെ ഞങ്ങൾ അവരെക്കൊണ്ട് ചെയ്യുന്നതിന് അങ്ങേയറ്റം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഒരു വലിയ ടൈമെക്സ് എന്നൊരു വാച്ച് ഉണ്ടല്ലോ, അത് വളരെ കോസ്റ്റ്ലി ആയിരുന്നു. ന്യൂസ് പേപ്പറിൽ അതിൻ്റെ ആഡ് കണ്ടു. ഞാൻ ആ ആഡ് കട്ട് ചെയ്ത് അച്ഛൻ്റെ ബ്രീഫ് കേസിൽ വെച്ചു. അച്ഛൻ ഓഫീസിലേക്ക് അതും എടുത്തുകൊണ്ടാണ് സ്കൂട്ടറിൽ പോകുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ വൈകുന്നേരം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ എനിക്കൊരു വാച്ച് കൊണ്ട് തന്നു. ആ വാച്ച് വളരെ കോസ്റ്റ്ലിയാണ്. ഇപ്പോൾ താങ്കൾ പാട്ടൊക്കെ പാടുന്നുണ്ട്, റാപ്പ് ചെയ്യുന്നുണ്ട്, സിംഗിങ് ചെയ്യുന്നുണ്ട്. ഇത് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമുള്ള കാര്യമാണോ? അത് എൻ്റെ അമ്മ എന്നെ നല്ലപോലെ വിമർശിക്കാറൊക്കെയുണ്ട്. ഈ പാട്ട് നല്ലപോലെ പോകും, ഇത് അത്ര നന്നായെന്ന് വരില്ല. ഒരിക്കലും എൻ്റെ ഒരു പാട്ടിൽ കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടായി. പക്ഷെ പോളറൈസ്ഡ് ഒപ്പീനിയൻ ആയിരുന്നു എൻ്റെ വീട്ടിൽ. അച്ഛൻ ഇത് വേണ്ട, ഇത് തെറ്റാണെന്നൊക്കെ എന്നോട് പറയാറുണ്ട്. വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ വീട്ടിൽ ഇങ്ങനെ ജോലിയെക്കുറിച്ച് അധികം സംസാരിക്കാറൊന്നുമില്ല. വേറെ എന്തൊക്കെ സംസാരിക്കും? അവരെപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. സമയത്തിന് ആഹാരം കഴിക്കില്ല, സമയത്തിന് ഉറങ്ങില്ല, ആരോഗ്യം ശ്രദ്ധിക്കില്ല. പിന്നെ അതുപോലെ ബന്ധുക്കളുടെ കാര്യങ്ങളായിരിക്കും കൂടുതൽ പറയുക. എപ്പോഴും ഈ കഥയായിരിക്കും പോവുക. ചിറ്റ എന്താണ് ചെയ്യുന്നത്, മാമി എന്താണ് ചെയ്യുന്നത്. എനിക്കിത് കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതൊക്കെ സംസാരിക്കാൻ തുടങ്ങി പിന്നെ അത് കേട്ടുകൊണ്ടേയിരിക്കും. എനിക്കെന്താ തോന്നുന്നു വെച്ചാൽ, താങ്കളുടെ ജീവിതത്തിലെ ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു TV ചാനൽ തുടങ്ങാനുള്ള തെറ്റായ തീരുമാനം എടുത്തു. അത് വെച്ച് MTVയെ പോലും ബീറ്റ് ചെയ്യുമെന്നും പറഞ്ഞു. അതെ, ഒരു TV ചാനൽ തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ MTVയുടെ കഥ അവസാനിപ്പിക്കണമെന്നും കരുതി. 6 മാസത്തിനുള്ളിൽ എന്റെ ചാനലിന്റെ കഥ തീർന്നു. ഓ, അങ്ങനെ സംഭവിച്ചോ സാറേ? അതെ, 6 മാസത്തിനുള്ളിൽ എന്റെ ചാനലിന്റെ കഥ തീർന്നു. പിന്നെ ഫിലിം ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും താങ്കൾക്ക് വന്നു. ഫസ്റ്റ് ഫിലിം അറിയാതെ ചെയ്തു പോയതാണ്. പക്ഷേ അത് വലിയ ഹിറ്റായി മാറി. അപ്പോൾ എന്നെക്കാളും വലിയ പ്രൊഡ്യൂസർ ഇല്ലാന്ന് ഞാൻ കരുതി. സ്ക്രിപ്റ്റ് ജഡ്ജ് ചെയ്യാൻ എനിക്കാണ് നല്ല കഴിവുണ്ടെന്ന് ഞാൻ കരുതിയത്. രണ്ടാമത്തെ ഫിലിമിൽ നിന്ന് എനിക്ക് ഒരു 35 ലക്ഷം രൂപയാണ് കിട്ടിയത്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം.
നിങ്ങളിതൊരു ആഘോഷമായിട്ടാ കരുതുന്നേ, പക്ഷെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേ തീരൂ. ഇത് രജത് സാറിന്റെ നീതിപീഠമാണ്, കുറച്ച് സൂക്ഷിച്ചിരുന്നോ. കാരണം ഇനിയാണ് ആപത്ത് വരുന്നത്. ആപത്ത് ഇനിയാണ് വരാൻ പോകുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആപ്കി അദാലത്തിൽ ചോദ്യങ്ങളും റാപ്പർ പോലെ തന്നെ ചോദിക്കുന്നു. ഇതുപോലുള്ള മറുപടി ഞാൻ പറയുന്നത് പ്രതീക്ഷിക്കണ്ട. താങ്കൾ ഷാറുഖ് ഖാന്റെ മൂവിൽ നിന്നാണല്ലോ ഭാഷ എന്ന പേര് വെച്ചത്. യെസ്. പക്ഷെ ഷാറുഖ് ഖാൻ താങ്കൾക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ഷാറുഖ് ഖാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം നമ്മുടെ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ഫാനാണ്, വളരെ വലിയൊരു ഫാനാണ്. അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാർ ഫാനായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊരു കാര്യം ചെയ്തു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ടീമിന് വേണ്ടിയിട്ട് ഒരു പാട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഞാനൊരു പാട്ടുണ്ടാക്കി അദ്ദേഹത്തിന് കൊടുത്തു. പൂജ മാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഒരു മാനേജറുണ്ട്. എത്ര കാശ് വേണം എന്നൊക്കെ അവരെന്നോട് ചോദിച്ചു. എനിക്ക് കാശൊന്നുമല്ല, ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാശ് വേണമെന്ന് പറയാൻ നിൽക്കുന്നത് പ്രാന്താണെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് പ്ലേ സ്റ്റേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഒരു പ്ലേ സ്റ്റേഷൻ വന്നിരുന്നു, പ്ലേ സ്റ്റേഷൻ 5. അപ്പോൾ അതിന് മതിയോ എന്ന് ചോദിച്ചു. പക്ഷെ അത് ഇതുവരെയായിട്ടും ലോഞ്ച് ചെയ്തിട്ടില്ല. അത് ഇതുവരെയായിട്ടും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തന്നെ ഇത് ആദ്യം വേണമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ആവശ്യപ്പെട്ടത്. പിന്നീട് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഒരാഴ്ചക്കുള്ളിൽ സാറിൻ്റെ മെസ്സേജ് വന്നു. അത് പ്ലേ സ്റ്റേഷൻ്റെ ഫോട്ടോ ആയിരുന്നു. നിന്റെ സാധനം വീട്ടിൽ വന്നിട്ടുണ്ട്, എവിടെയാണ് അയക്കേണ്ടതെന്ന്. അങ്ങനെ ഏറ്റവും ആദ്യമായിട്ട് അങ്ങനെ ഷാറുഖ് സാർ കാരണം പ്ലേ സ്റ്റേഷൻ ഇന്ത്യയിലേക്ക് വന്നു എനിക്ക് വേണ്ടി. ഞാൻ ശരിക്കും ഒരു മണ്ടനായിരുന്നു, ഒരു പൊട്ടൻ. ഞാൻ അദ്ദേഹത്തിന് ഒരു സൈൻ പോലും ചെയ്തു കൊടുത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. അത് നേരത്തെ പറഞ്ഞാൽ പ്ലിങ് ആയിപ്പോയി. ഒരു വ്യൂവർ താങ്കളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, താങ്കൾ കയ്യിലിട്ടിരിക്കുന്ന ഒരു ടാറ്റു കാരണം താങ്കൾ വളരെയധികം എംബാരസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നെന്നും പറയുന്നു. ഈ ടാറ്റുവിൻ്റെ കാര്യമല്ലേ? ഇത് ശരിക്കും ഫോക്കസ് ചെയ്തിരിക്കുന്നത് തകർന്നുപോയ ഒരു ഹൃദയത്തിന് മേൽ ബാൻഡേജ് ഒട്ടിച്ചിരിക്കുന്നതായിട്ടാണ്. 35 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൾ ഇങ്ങനത്തെ ടാറ്റു ഇടുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല. താങ്കളുടെ ഹൃദയം തകർത്ത പെൺകുട്ടി ആരാണെന്ന് എല്ലാവരും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. ഏതാ സാറാ പെണ്ണ്? ഇപ്പൊ അവള് ഒരു അമ്മയാണ്, കുട്ടികളുണ്ട്, ഭർത്താവും ഉണ്ട്. എന്തിനാ വെറുതെ നമ്മള്? അവൾക്കിപ്പോ ഒരു കുടുംബമുണ്ട്. ഒരേ ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹൃദയം തകർത്ത ഒരാളുണ്ടായിരുന്നല്ലോ. ബാക്കി ചില സമയത്ത് ആർട്ടിസ്റ്റുകളൊക്കെ ഭ്രാന്തന്മാരായി മാറാറുണ്ട്. അവരുടെ മനസ്സ് സ്വയം തകർക്കാറുണ്ട്. മനഃപൂർവ്വം ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതൊന്നും സാരമില്ല. ചിലപ്പോഴൊക്കെ ഇതൊക്കെ ആവശ്യമില്ലാത്തതാണ്. പക്ഷേ മനുഷ്യന്മാരുടെ മനസ്സല്ലേ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരുപാട് ലാഭമുണ്ട്. നല്ല ഹിറ്റ് പാട്ടുകൾ വരും, ഉറപ്പായും വരും. മനസ്സ് തകർന്നതുകൊണ്ട് ഏത് പാട്ടാണ് പുറത്തേക്ക് വന്നത്? എൻ്റെ ഒരു പാട്ട് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ലൈറ്ററും ടിവിയും ഓൺ ആവുന്നില്ല, ഞാൻ എൻ്റെ റൂമിൽ ഉറങ്ങുന്നുമില്ല, ഞാനെന്ന ഓൾഡ് സ്കൂൾ പയ്യന് മൂവ് ഓൺ ആകാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു പാട്ട്. ഞങ്ങൾ വ്യത്യസ്തരാണ്. പ്രണയത്തിന് പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പിന്നെ പ്രണയം ലഭിച്ചു കഴിയുമ്പോൾ അത് വിട്ടിട്ട് ഓടിക്കളയും. അതെ. പക്ഷേ ഇതൊക്കെ എന്തുകൊണ്ട് നടക്കുന്നതെന്ന് എനിക്കറിയില്ല.